കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ഈ ശാലേം ഫെസ്റ്റിൻ്റെ തിങ്കളാഴ്ച പ്രഭാതത്തിലുള്ള ഈ സെഷനിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാർ, പത്തനാപുരം സെൻട്രൽ PYPA എക്സിക്യൂട്ടീവ്സ്, പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ തോമസ്, എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവദാസൻ പാസ്റ്റർ ഷിബിൻ സാമുവൽ, മറ്റ് എല്ലാ കർത്തൃദാസന്മാരെയും ഒരു വാക്കിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. എത്ര സന്തോഷമുള്ള ഒരു സമയമാണ്, പ്രത്യേകിച്ച് യൗവനക്കാരായിട്ടുള്ള നിങ്ങളോട് പ്രധാനമായി സംസാരിക്കാൻ കിട്ടുന്ന ഈ അവസരമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. എന്നിലെ എക്സൈറ്റ്മെൻറ്റ്, യൗവനക്കാരോട് സംസാരിക്കാൻ കിട്ടുന്ന ഓരോ സമയവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കേറെ വിലമതിക്കുന്ന സമയങ്ങളാണ്. അപ്പം ആ നിലയിൽ നമ്മൾ ഒരുമിച്ചുള്ള കുറച്ച് നിമിഷങ്ങൾ, നമ്മൾ ഒരുപാട് സമയം ഇവിടെ ഒരുമിച്ചില്ല. ആ സമയം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും പുനഃവിചിന്തനത്തിനും തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെ ഇടയാകുന്ന തരത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹിതൻ ക്രിസ്തുവിൽ സഹോദരൻ പാസ്റ്റർ റോയി വേദിയിലുണ്ട്. കർത്താവിൻ്റെ ദാസനും ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കർത്താവിൻ്റെ ദാസൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നലെ നമ്മൾ വായിച്ച വാക്യഭാഗം, എനിക്കറിയാം ഇതൊരു വലിയ ഗ്യാപ്പുണ്ട്. ഈ പുൾപിറ്റും ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ നിൽക്കുന്നു, ഒരു ഗ്യാപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഈ സെഷനിൽ നിങ്ങളോട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനോടാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രതികരണം കൂടെ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇന്നലെ വായിച്ച വാക്യം നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇന്നലെ വൈകിട്ട് കൺവെൻഷന് വായിച്ച വാക്യം 2-3 കരം കണ്ടു, എല്ലാവർക്കും ഓർമ്മയുണ്ട്. 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 6, 7, 8. വെരി ഗുഡ്. ആ 7ഉം 8ഉമാണ് നമ്മുടെ തീം വേഴ്സ്. 6 മുതൽ നമ്മൾ വായിച്ചു തുടങ്ങി. അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? അതോ വായിക്കാൻ കുഴപ്പമില്ലേ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ 6-ാമത്തെ വാക്യം വായിക്കണം, വേറൊരാൾ 7-ാമത്തെ വാക്യവും വേറൊരാൾ 8-ാമത്തെ വാക്യവും വായിക്കണം. ഒന്നുകൂടെ നമുക്ക് ആ ദൈവഭാഗം ഒന്ന്, വേദഭാഗം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഇതൊരു പ്രോഗ്രാം അല്ല. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വന്നു, ഇരുന്നു, നല്ലതായിരുന്നു, പോയി, പക്ഷേ വ്യക്തിപരമായി എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനൊരു തീരുമാനവും എടുത്തില്ല. അതാണ് പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്. നമ്മൾ വളരെ ക്രമീകൃതമായി ഒരുപാട് പൈസ മുടക്കി ഇതൊക്കെ ചെയ്യുന്നത്, ഇതിനൊരു റിസൾട്ട് വരണം. റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, റിസൾട്ട് ആൾക്കാർ വരുന്നതല്ല. റിസൾട്ട് പുരുഷാരം എല്ലായിടവും കൂടും, ഓണപരിപാടിക്കും പുരുഷാരം കൂടും. റിസൾട്ട് എന്ന് പറയുന്നത് വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനമാണ്. എപ്പോഴാണ് എടുക്കാൻ പോകുന്നത്? കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ. എനിക്ക് കിട്ടിയ സമയത്തിൽ ഞാൻ നിങ്ങളോട് പറയും, കർത്താവ് യേശുപ്പച്ചൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താന്നുള്ളത് പറഞ്ഞ് അതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരും, ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ, അപ്പോൾ പ്രേരണയുണ്ടെങ്കിൽ മുമ്പോട്ട് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാനോ വേഗത്തിൽ സമയമെടുക്കും. അപ്പോൾ എന്തിന്റെ വെളിച്ചത്തിൽ ആ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെ ആ സമയത്ത് 10-20 ആകുമ്പോൾ എന്തുവാ പറഞ്ഞത്, എന്തുവാ കേട്ടത്, എനിക്കൊന്നും മനസ്സിലായില്ല, ആ സ്ഥിതിയിൽ വരാതിരിക്കാനാണ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. ആര് വായിക്കാൻ തയ്യാറാണ് 4-ന്റെ 6-ാമത്തെ വാക്യം? ആരെങ്കിലും ഒരാൾ വായിക്കാമോ? യെസ്, വായിച്ചോ, ഉറക്കെ വായിച്ചോ 6-ാമത്തെ വാക്യം. മതി. 7-ാമത്തെ വാക്യം ഇവിടെ ഒരാൾ വായിക്കാമോ? നമ്മുടെ ബോയ്സിന്റെ സൈഡിൽ നിന്ന് ഒരാൾ 7-ാമത്തെ വാക്യം. ബൈബിൾ ഉണ്ടോ? എല്ലാവരുടെയിലും ബൈബിൾ ഉണ്ടോ? ഒരാൾ 7-ാമത്തെ വാക്യം വായിച്ചേ, ഉറക്കെ. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. ആര് വായിക്കും? ഉറക്കെ. ആരുമില്ലേ വായിക്കാൻ? അത് പ്രശ്നമാണല്ലോ, വലിയ പ്രശ്നമാണല്ലോ. ആരുടെ മോനെ എഴുന്നേക്കാമോ? വായിച്ചോ 7-ാമത്തെ വാക്യം, ഉറക്കെ വായി. ഓക്കെ, 8-ാമത്തെ വാക്യം നിങ്ങളിൽ ഒരാൾക്ക്, ഈ ഫ്രണ്ടിൽ നിന്ന് ഒരാള് മോൾ എഴുന്നേറ്റോ, വായിച്ചോ 8-ാമത്തെ വാക്യം.
ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ എല്ലാവർക്കും കൈ കിട്ടിയോ? ഈ സാധനം കിട്ടിയോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കിട്ടിയോ? കിട്ടി 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 കിട്ടി. അപ്പോൾ ഇതിനകത്ത് എഴുതാനുള്ള ഉണ്ട്, പേജുകൾ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും എഴുതി തുടങ്ങിയോ എന്നെനിക്ക് അറിയത്തില്ല. തുടങ്ങി കാണും ഓൾറെഡി. റോയ് പാസ്റ്റർ രാവിലെ സെഷൻ എടുത്തല്ലോ, ഇന്നലെ വൈകിട്ടും എന്തെങ്കിലും എഴുതി കാണും. പക്ഷെ ഈ സെഷൻ മുതൽ അത്യാവശ്യമായി എഴുതണം. ഈ എഴുതുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ 2005 എൻ്റെ ജീവിതത്തിലെ നിർണായക ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിൻ്റെ നോട്ട്സ് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതെന്നെ ഇത്രയും വർഷങ്ങൾ, 19 വർഷം കഴിഞ്ഞിട്ടും ചില സമയങ്ങൾ ഞാനത് നോക്കുമ്പോൾ അത് വലിയ രൂപാന്തരവും പ്രചോദനവും എന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട, ആ നോട്ട് ബുക്കിൽ എഴുതേണ്ട ഒരു വാക്ക് ഇതാണ്. തീം വാക്കൊന്ന് എഴുതണം, എല്ലാവരും ഒന്ന് എഴുതണം. ഇതെന്തുവാ, എങ്ങനെയാ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, എങ്ങനെയാ ഇതിനെ ഉച്ചരിക്കുന്നത്? അത് ഞാൻ ചോദിച്ചത്. ഇതൊരു മൂലപദമാണ്. 4-ാം അധ്യായം 7-ാം വാക്യത്തിലും ഈ പദമുണ്ട്, 8-ാം വാക്യത്തിലും ഈ പദമുണ്ട്. 4-ന്റെ 7-ാമത്തെ വാക്യത്തിൽ അഭ്യസിക്ക അല്ലേ എന്നൊരു പദവും ശരീരാഭ്യാസം എന്ന 8-ാമത്തെ വാക്യത്തിലുമുണ്ട്. ഇതിന്റെ മൂലപദത്തിൽ, യവനായ പദത്തിൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ജി അല്ല, ഗ പ്രൊനൗൺസിയേഷനാ വരുന്നത്. ഗിംനാറ്റ്സോ എന്ന് പറയും. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ അതിനെ പറയുമ്പോൾ, ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ, ജിംനാസ്റ്റിക്സ് എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, ജിംനാസ്റ്റിക്സ്, ജിംനേഷ്യം എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് പദം ഗിംനാറ്റ്സോ എന്ന മൂലപദത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഈ പദം ഒന്ന് എഴുതിയെടുത്ത്, ഒന്നുകൂടെ അത് എഴുതി, 7-ാമത്തെ വാക്യത്തിൽ ഈ പദം അഭ്യസിക്ക എന്നുള്ള പദവും 8-ാം വാക്യത്തിൽ ശരീരാഭ്യാസനം എന്നുള്ള ആ പദവും ഒന്ന് എഴുതി വെക്കണം. കാരണം ഇത് മിസ്സായി പോയാൽ എല്ലാം കഴിഞ്ഞിട്ട് ഗിംനാറ്റ്സോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് എന്തുവാന്നും മനസ്സിലായില്ല, ഇത് ഏത് വാക്കാന്നും മനസ്സിലായില്ല. അത് ഉണ്ടാകാതിരിക്കാനാ അടിസ്ഥാനപരമായിട്ടുള്ള ആ കാര്യം ഒന്ന് എഴുതി വെക്കേണ്ടത്. ഓക്കെ, എല്ലാവരും എഴുതി വെച്ചു എന്ന് ഞാൻ ധരിക്കട്ടെ. നമ്മുടെ ഈ തലമുറയിൽ 2 കാര്യങ്ങൾക്ക് ഭയങ്കര മാർക്കറ്റ് ഉള്ളതാണ്. 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പണം, സമയം, എഫേർട്ടുകളൊക്കെ ചെലവഴിക്കുന്ന 2 കാര്യങ്ങൾ. അതിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം അയച്ചത്. നിങ്ങളിൽ എത്ര പേര് അത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ATP നിങ്ങൾ ആരും കേട്ടിട്ടില്ലേ? എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആ ATP എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു പ്രോഗ്രാമാണ്. കോവിഡ് ടൈമിൽ എബിൻ എന്ന് പറഞ്ഞ ഒരു മലയാളി തുടങ്ങിയതാണ് എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. 3 മാസത്തെ സബ്സ്ക്രിപ്ഷന് 4000 രൂപ നമ്മൾ മുടക്കണം. അങ്ങനെയാണെങ്കിൽ 3 മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും ഈ ATPയിൽ, എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ. എന്തോ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡയറ്റ് പ്ലാൻ നമുക്ക് പറഞ്ഞു തരും. ഡയറ്റ് പ്ലാൻ, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. നമ്മുടെ ഒരു ബ്ലഡ് റിപ്പോർട്ടോ ഒക്കെ അയച്ചു കൊടുത്താൽ അവർ പറയും കാർബ്സ് കുറയ്ക്കണം, പ്രോട്ടീൻ കൂട്ടണം, അല്ലെ പ്രോട്ടീൻ കുറയ്ക്കണം, ഈ സപ്ലിമെന്റ് എടുക്കണം. നമ്മളെ നല്ല ശരീരഘടനയിൽ കൊണ്ടുവരുന്ന 1 മില്യൺ ആൾക്കാർ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഉള്ള എന്ന് പറഞ്ഞാൽ ഇൻകം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വീട്ടിൽ ഇരുന്ന് എബിൻ എന്ന് പറഞ്ഞ കേരളക്കാരൻ തുടങ്ങിയ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഇന്ന് ലോകം മുഴുവൻ ATPയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ 1 മില്യൺ ആൾക്കാർ കഴിഞ്ഞു. അവരെല്ലാം പറയുന്നത് 3 മാസമേ എടുത്തുള്ളൂ, 10 കിലോ കുറഞ്ഞു, 6 കിലോ കുറഞ്ഞു, ഭയങ്കര ലൈറ്ററായി മാറി. ഓടാൻ നേരത്തെ 100 മീറ്റർ ഓടുമ്പോഴേ കിതയ്ക്കുമായിരുന്നു, ഇപ്പം 300 മീറ്റർ ഓടിയാലും നോ പ്രോബ്ലം. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഭയങ്കര ഹിറ്റാണ്. സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും എല്ലാം നമുക്കെല്ലാം ആഗ്രഹം ശരീരം ഫിറ്റ് ആകണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നതും എക്സസൈസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിൽ എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അതിനും കൈപൊക്കുന്നില്ലേ? ഒരാളേ ഉള്ളൂ എക്സസൈസ്. ഞാൻ നോക്കുന്നു +2-ലോ, ഇവിടെ ഗേൾസ് ഉണ്ടല്ലോ, ബോയ്സ് ആരും ഇല്ലേ എക്സസൈസ് ചെയ്യുന്നവര്? ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഭക്ഷണത്തിൽ നിയന്ത്രിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഭക്ഷണം
അത് ഈ പ്രായത്തിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കരമാണ്. ഞാൻ പലയിടത്തും കണ്ടു, യങ്സ്റ്റേഴ്സാണ്, 16 വയസ്സേ ഉള്ളൂ, പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ടുപോയി ഞാൻ കഴിക്കത്തില്ല, സാലഡ് കഴിച്ചോളാം, കുക്കുംബർ കഴിച്ചോളാം. എന്നെ അതിശയിപ്പിക്കുകയാണ്. ഒരു സമയത്ത് 60 വയസ്സ് കഴിഞ്ഞ ഡയബറ്റീസ് പിടിച്ചവരാണ് കുക്കുംബർ കഴിച്ചോളാം, ഒണിയൻ കഴിച്ചോളാം. ഇപ്പോഴത്തെ 15 വയസ്സുള്ള കൊച്ചു പറയും, എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ സലാഡ് കഴിച്ചോളാം. 2 കാര്യങ്ങൾ നമ്മുടെ തലമുറയിൽ പ്രധാനമാണ്. 1 ഈറ്റിംഗ്, 2 എക്സസൈസ്. ഈ 2 കാര്യവും, നറിഷ്മെന്റും എക്സസൈസും, 2 പ്രധാന കാര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിലും പ്രാധാന്യമുള്ളതായിരുന്നു. ആൾക്കാർ എന്ത് കഴിക്കുന്നു, എന്ത് എക്സസൈസ് ചെയ്യുന്നു, 1 മണിക്കൂർ 2 മണിക്കൂർ ജിമ്മിൽ ഇത് ഭയങ്കര പ്രാധാന്യമായിരുന്നു. ഈ 2 പദവും പൗലോസ് തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുക. 6 മുതൽ 7, 8 വാക്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ബൈബിൾ എല്ലാവരും തുറന്നു വെക്കണം. നറിഷ്മെന്റ്, ഫുഡിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പദം നിങ്ങൾ 6, 7, 8 വാക്യങ്ങളിൽ കണ്ടോ? ഏതാ വാക്ക്? പോഷണം എന്ന വാക്ക് കണ്ടോ? എത്രാമത്തെ വാക്യമാ? 6-ാമത്തെ വാക്യം. ഒന്ന് എടുത്ത് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. പോഷണം, നറിഷ്മെന്റ്. 2-ാമത് ഞാൻ പറഞ്ഞു എക്സസൈസ്. അതുണ്ടോ ആ വാക്യങ്ങളിൽ വല്ലതും? 7-ാമത്തെ വാക്യത്തിലുമുണ്ട്, 8-ാമത്തെ വാക്യത്തിലും. എക്സസൈസ്, വർക്കൗട്ട്, അഭ്യാസം, ആ പദവുമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ചിലപ്പോൾ പ്രസംഗങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യം, ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് ആത്മീകതയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഇന്ന് നിങ്ങളോട് PYP അംഗങ്ങളോട് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഈ 2 പദം ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത് നിങ്ങളുടെ അകത്തേക്ക് പോകുന്നു, അതാ പോഷണം കാണിക്കുന്നത്. പോഷണം, യു ആർ ഫീഡിങ്, വാട്ട് ആർ യു ഫീഡിങ് ഓൺ. 2-ാമത് എന്തിൽ സമയം ചെലവഴിക്കുന്നു, അഭ്യാസം, അഭ്യസിക്കുക, ട്രെയിനിങ്. നിങ്ങൾ ശരിക്കും സീരിയസ് ആണോ ആത്മീക കാര്യത്തിൽ? ഈ 2 കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത നിമിഷങ്ങളിൽ. പോഷണത്തെക്കുറിച്ചും അഭ്യാസത്തെക്കുറിച്ചും. ഈ അഭ്യാസം എന്നുള്ള ആ പദം എനിക്ക് വരാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഭ്യാസം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. നമ്മൾ ആൾക്കാരോട് പറയത്തില്ല, എടാ അഭ്യാസം എടുക്കല്ലേ. ആ അഭ്യാസമല്ല ഇത്. ഈ അഭ്യാസം എന്ന് പറയുന്നത് എക്സസൈസ്, എൻ്റെ മസിൽസ്, ആ അഭ്യാസം. കളരിയിൽ പോകുന്ന പോലെ, ജിമ്മിൽ പോകുന്നത് പോലെ, ആ സ്പിരിച്വൽ അഭ്യാസം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? പേന എല്ലാം ഓണാണോ? പേന എല്ലാം ഉണ്ട്. ഇതിനോടകം ഗുംനാട്സോ എഴുതിയെന്ന് ഞാൻ കരുതുന്നു. ഇതിനോടകം പോഷണമെന്ന വാക്കും എക്സസൈസ്, അഭ്യാസം എന്ന വാക്കും എഴുതിയെന്ന് ഞാൻ കരുതട്ടെ. അടുത്തതായി നിങ്ങൾ എഴുതേണ്ട പ്രധാന 4 വാക്കുകൾ ഞാൻ പറയാം. എന്നിട്ട് ആ 4 വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കണം. പോഷണമെന്ന 6-ാമത്തെ വാക്യം കഴിഞ്ഞാൽ പ്രധാന ഒരു വാക്ക് നമ്മൾ ഇപ്പോൾ ഈ സെഷനിൽ ചിന്തിക്കാൻ പോകുന്നത് 7-ാമത്തെ വാക്യത്തിൽ ആദ്യം കിടക്കുന്ന ഒരു പദമാണ്. നോക്കിയേ, 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ചു എന്ന പദം എല്ലാവരും ഒന്ന് എടുത്തെഴുതാമോ? ഒഴിച്ചു. ആ ഒഴിച്ചു എന്നുള്ള മലയാള പദത്തിനെക്കാട്ടിൽ കുറെ കൂടെ അർത്ഥവ്യാപ്തിയും അർത്ഥഗാംഭീര്യമുള്ള ഇംഗ്ലീഷ് പദമാണ് റിജക്ട്. മൂലപദത്തിൽ അതിന്റെ അർത്ഥം റിജക്ട്, തിരസ്കരിക്കണം. നീ ഒരു നല്ല ശിഷ്യനാകണമെങ്കിൽ, യേശുപ്പച്ചന്റെ മകളാകണമെങ്കിൽ, ഒരു പൊത്തൂരുത്ത ജീവിതമല്ല, ഞാൻ ഒരു ബന്ധുക്കോസാനാന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നതല്ല. ഐ റിയലി വാണ്ട് ടു ബി എ ബിലീവർ ആണെങ്കിൽ പോഷണം ഇമ്പോർട്ടൻ്റ് ആകുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒഴിക്കണം, റിജക്റ്റ് ചെയ്യണം. ചിലത് മുമ്പിൽ വരുമ്പോൾ പറയണം, എനിക്കിത് വേണ്ട, ഇത് ഞാൻ എടുക്കത്തില്ല. റിജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാമത്തെ പദം, ആ
8-ാമത്തെ വാക്യത്തിൽ കാണുന്ന അഭ്യാസം എന്നുള്ളത് ഒന്നുകൂടെ എടുത്തെഴുതണം. എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ നിങ്ങളുടെ ബുക്കിൽ ഇല്ല എങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് സമർപ്പണവും നടക്കേണ്ടത്. പോഷണം എന്ന വാക്ക് അവിടെ കാണണം. ഒഴിക്കുക, റിജക്റ്റ് എന്ന വാക്ക് നിങ്ങളുടെ ബുക്കിൽ കാണണം. അഭ്യാസം, ട്രെയിനിങ് എന്ന വാക്ക് നിങ്ങളിൽ ബുക്കിൽ കാണണം. 4-ാമത്തെ ഒരു വാക്ക് ദൈവഭക്തിക്ക് എന്ന 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന ആ പദം, ഗോഡ്ലിനെസ് എന്ന പദവും നിങ്ങളുടെ ബൈബിളിൽ, നിങ്ങളുടെ ബുക്കിൽ ഈ സമയം ഒന്ന് എഴുതി വെക്കണം. ഗോഡ്ലിനെസ്, ദൈവഭക്തിക്ക് വേണ്ടിയുള്ള ഒരു അഭ്യാസം. ശ്രദ്ധിക്കണമേ, എന്നെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, എന്നോട് പെന്തിക്കോസിൽ ജനിച്ചു വളർന്ന എനിക്ക് ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞായറാഴ്ചയിൽ പോവുക. ഞാൻ ഡ്രം അടിക്കുമായിരുന്നു 10-12 വർഷം. ഈ ഡ്രം, അന്ന് ഞങ്ങളുടെ അയിരൂർ ഗ്രാമത്തിൽ കീബോർഡോ ഗിറ്റാറോ, ഇന്നുണ്ട് കീബോർഡ്, അന്ന് ഡ്രമ്മേ ഉള്ളൂ. 12 വർഷത്തോളം ഡ്രം അടിച്ചു. അവിടെ ഒരു നല്ല മോനായിട്ട് ആ പായൽ സൈഡിലിരിക്കുക, പാസ്റ്റർപ്പച്ചൻ പറയുന്നതൊക്കെ കേൾക്കുക, പിന്നെ ഇടയ്ക്കുള്ള മീറ്റിങ്ങിൽ മമ്മിയുടെ കൂടെ കയ്യെ പിടിച്ച് പോവുക, സിനിമ കാണാതിരിക്കുക. പെന്തിക്കോസ്തുകാരൻ എന്ന ഇതിൽ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് സിനിമ, ഞങ്ങളുടെ വീട്ടിൽ TV പോലും ഇല്ലായിരുന്നു. സിനിമ കാണാതിരിക്കുക, സിനിമ പാട്ടുകൾ മൂളാതിരിക്കുക, കേൾക്കാതിരിക്കുക. 13-14 വയസ്സൊക്കെ ആകുമ്പോഴേ സംസാരം തുടങ്ങും സ്നാനത്തെക്കുറിച്ച്. സ്നാനപ്പെടുക, തിരുവത്താഴം എടുക്കുക, പപ്പായും മമ്മിയും കൈ തരുന്ന പൈസ കൊണ്ട് സ്തോത്രാഴ്ച പാത്രത്തിൽ ഇടുക. അത്രയുമേ ഉള്ളായിരുന്നു എനിക്കൊരു വിശ്വാസിയായി തീരാൻ വേണ്ടി. എന്നോട് ആരെങ്കിലും ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാ. ഒരു പാസ്റ്റർ മുമ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം. ആ ഡേറ്റും ഞാൻ ബൈബിളിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു, രക്ഷിക്കപ്പെട്ട ദിവസം. 13-ാമത്തെ വയസ്സിൽ അടൂരിലാണ്, ഹൈസ്കൂൾ ജംഗ്ഷന് മേളില് ഒരു സ്നാനക്കുളത്തിൽ ഞാൻ സ്നാനപ്പെട്ടു. കർത്താവദാസൻ പാസ്റ്റർ E. തോമസ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ ആ ചെക്ക് ലിസ്റ്റിലെ 2-ാമത്തെ കാര്യവും സ്നാനവും കഴിഞ്ഞു. അന്യഭാഷ എന്ന കാര്യം കൊച്ചിയിൽ, എറണാകുളത്ത് ഒരു സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. എനിക്ക് 14 വയസ്സ് കാണുമെന്ന്. അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്ന അനുഭവം ഞാൻ ഓർക്കുന്നു. ഇതിനപ്പുറമായി എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താ നീയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം? എനിക്കറിയത്തില്ല. അവർ ചീത്ത പറയുന്നു, ഞാൻ ചീത്ത പറയുന്നില്ല. അവർ സിനിമ കാണുന്നു, ഞാൻ സിനിമ കാണുന്നില്ല. അവര് എന്തെങ്കിലും മ്ലേച്ഛതയോ എന്തിനും ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു പെന്തിക്കോസ്തുകാരനാണ്. പക്ഷെ ഈ വാക്യങ്ങൾ പോലെയുള്ള വേദഭാഗങ്ങൾ പിന്നീട് ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തെ ഒരുപാട് രൂപാന്തരപ്പെടുത്തി. കാരണം ക്യാമ്പുകളിൽ പോലും അങ്ങനെയുള്ള ക്ലാസ്സുകൾ അന്ന് നടന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യാമ്പുകളിൽ കൂടുതലും കേട്ടിരുന്നത് യോസഫിനെ കുറിച്ചാണ്, ദാവീദിനെ കുറിച്ചാണ്. യോസഫിനെ പോലെ നിനക്കൊരു സ്വപ്നം വേണം, നീ എത്ര പൊട്ടക്കിണറ്റി വീഴാനും ദൈവം നിന്നെ ഉയർത്തും. ഇതാ കേട്ടോണ്ടിരുന്നത്. ദാവീദിനെ പോലെ വീണ വായിച്ച് നീ ആടിന്റെ പുറകെ നടന്നാലും ദൈവത്തിന്റെ സമയത്ത് നീ രാജാവാകും. ഇതാ ഞാൻ കേട്ടോണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ദൈവവചനം പഠിക്കാൻ ശ്രമിച്ചപ്പോ, പിന്നീട് വചനം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്, യേശുവിന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്നാനം കൊണ്ടോ 4 വാക്ക് അന്യഭാഷ പറയുന്നത് കൊണ്ടോ കർത്തൃമേശ എടുത്തത് കൊണ്ടോ തീരുന്നതല്ല. അതൊരു തുടക്കം മാത്രമാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ പോഷണം ശ്രദ്ധിക്കണം, അവന്റെ വർജനം പ്രാധാന്യമുള്ളതാണ്, അവന്റെ അഭ്യാസം പ്രാധാന്യമുള്ളതാണ്, അവന്റെ ഭക്തി, ദൈവഭക്തിയും പ്രാധാന്യമുള്ളതാ എന്ന് പിന്നെ മനസ്സിലായത്. ആ അറിവും അനുഭവവുമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ എന്നെ ഇപ്പം നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാനുള്ള സാധ്യത, ഒരു സാധ്യതയില്ലാത്ത വ്യക്തിയാണ്. ആ അറിവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുമാണ്. കേൾക്കണം. 1-ാമത്തെ ആ വാക്ക് ശ്രദ്ധിക്കാം, പോഷണം എന്നുള്ള വാക്ക്.
അവിടെ പറഞ്ഞിരിക്കുന്ന 2 വാക്കുകൾ, 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന 2 വാക്കുകൾ തീമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ അല്ല, ഇന്ന് PYP അംഗങ്ങളായ നിങ്ങളോടുള്ള ബന്ധത്തിൽ എത്ര പ്രാധാന്യമുള്ളതാ എന്ന് ശ്രദ്ധിക്കൂ. എന്താ നമ്മൾ ഭക്ഷിക്കേണ്ടത്? നറിഷ്മെന്റ്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് പ്രോട്ടീൻ വേണമെന്ന് പറയുന്നെങ്കിൽ, നമ്മുടെ ആത്മീക മനുഷ്യൻ ആരോഗ്യമുള്ളതാകണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉന്തിയാ താഴെ പോകുന്നത് പോലെ, അയ്യോ ഒന്നും കഴിച്ചില്ലേടാ, നിന്നെ കണ്ടിട്ട് ഒത്തിരി ക്ഷീണിച്ചല്ലോടാ, എന്തുവാടാ എന്ന് ആൾക്കാർ ചോദിക്കുന്ന പോലെ ആത്മീക മനുഷ്യനെ കാണുന്നില്ല. ഇന്നിവിടെ ആരുടെ ആത്മീയ മനുഷ്യനെ ആർക്കും കാണാനൊക്കത്തില്ല. കാണുന്നത് നിങ്ങളുടെ മുടിയാണ്, കാണുന്നത് നിങ്ങളുടെ താടിയും നിങ്ങളുടെ വസ്ത്രവുമാണ്. അത് വെച്ചോണ്ട് ആൾക്കാരെല്ലാം പറഞ്ഞു, മോനെ നീ അങ്ങ് നീളം വെച്ച് പോയല്ലോടാ, നീ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോടാ. പക്ഷെ ആത്മീക മനുഷ്യൻ ദൈവം നല്ലതായിട്ട് കാണുന്നു. എല്ലാവരുടെയും, പ്രസംഗിക്കുന്ന എൻ്റെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും, പാസ്റ്റർ മകനാണേലും പാസ്റ്റർ മകളാണേലും ആത്മീക മനുഷ്യനെ പപ്പായ്ക്ക് പോലും കാണാനൊക്കത്തില്ല. നിങ്ങളുടെ പപ്പ ഒരു പാസ്റ്റർ ആണെങ്കിലോ സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലോ പപ്പായ്ക്ക് അറിയത്തില്ല നിങ്ങളുടെ ആത്മീക ആരോഗ്യം. ആത്മീക ആരോഗ്യം നാച്ചുറലി വരുന്ന ഒന്നല്ല. നാച്ചുറലി വരുന്നതെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഞാൻ വളർന്നോളും അങ്ങനെ വളരുന്നതല്ല. ഏതാ ഒരു കുഞ്ഞ് ജനിച്ചാൽ, എൻ്റെ 3-ാമത്തെ കുഞ്ഞിന് 9 മാസമേ ഉള്ളൂ. എൻ്റെ വൈഫ് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും പാല് കൊടുക്കാനും കുറുക്ക് കൊടുക്കാനും സിമിലാക്ക് പൗഡർ വെക്കുന്നു, ഡെപ്യൂറായുടെ ഡ്രോപ്പ് കൊടുക്കുന്നു. ഈ കുഞ്ഞ് തന്നെ വളരത്തില്ല. ജനിച്ച് പ്രസവിച്ചിട്ട് കഴിഞ്ഞ് ഇത് അങ്ങ് വളർന്നു വരികയല്ല. ഇതിനെ ശ്രദ്ധിച്ച് വൈറ്റമിൻ D കൊടുക്കണം, കൊണ്ട് വാക്സിനേഷൻ എടുക്കണം. അതിൻ്റെ ഓരോ ഘട്ടത്തിലും 3-ാം മാസത്തിലും 6-ാം മാസത്തിലും എല്ലാം കറക്റ്റായ വാക്സിനേഷന്റെ കാർഡുണ്ട്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറയും. ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോ എവിടെയെല്ലാം പരിസരത്തൂടെ ഒരു രോഗം പിടിച്ച് പോയാൽ മതി, ഈ കുഞ്ഞിന് വരും. കാരണം ഇമ്മ്യൂണിറ്റി ഇല്ല. ഇതെല്ലാം ശ്രദ്ധിക്കണം. പക്ഷെ നമ്മുടെ ആത്മീക ജീവിതത്തെ ഇങ്ങനെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വന്നു, ഞായറാഴ്ച പോകുന്നു, വരുന്നു, പക്ഷെ ഒരു ശ്രദ്ധ, ഒരു വാക്സിനേഷൻ കാർഡ് പോലെ, കർത്താവേ ഞാൻ ഇന്ന് ഇത് ചെയ്തു കേട്ടോ, എൻ്റെ ഈ വർഷം ഞാൻ ഈ ഉപവാസം ഞാൻ ചെയ്തു, എനിക്ക് എൻ്റെ ആരോഗ്യം, ആത്മീക ആരോഗ്യം പ്രാധാന്യമുള്ളതായെന്ന് 10-8 പേരും ചിന്തിക്കാറില്ല. അത് നാച്ചുറലി വളർന്നോളും. ഇല്ലില്ല, വളരത്തില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം പോഷണത്തോടുള്ള ബന്ധത്തിൽ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നീ അനുസരിച്ച, അടുത്ത വാക്കെന്താ? 6-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. നീ അനുസരിച്ച, തിമോത്തിയോസേ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ നീ പോഷണം പ്രാപിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണമേ, തിമോത്തിയോസിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന എൻ്റെ പോലെയോ ഒരു അനുഭവമല്ല തിമോത്തിയോസിന് കിട്ടിയത്. അതിൽ ഉന്നതമായ ഒരാത്മീക പൈതൃകമുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേര് നിങ്ങൾക്ക് സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ മമ്മി കൊച്ചിലെ മുതലേ നിങ്ങളെ ബൈബിള് പഠിപ്പിച്ചു, ഈ വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിച്ചു. സ്ഥാനപ്പെടണം, നീ നരകത്തിൽ പോ. ഇത് മാത്രമല്ല, നിങ്ങളെ ഇരുത്തി, മോനെ ഇന്നത്തെ ദിവസം മമ്മിയും മോനും നമ്മൾ ഒരുമിച്ച് ഈ വാക്യം പഠിക്കാൻ പോവാ, ഈ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാ എന്ന് എത്ര പേരുടെ മാതാപിതാക്കൾക്ക് പറയാൻ സമയമുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. തിമോത്തിയോസിനെ സംബന്ധിച്ച് 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നത്, ഈ വിശ്വാസം ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം, നീ അനുസരിച്ച വിശ്വാസം എന്ന് 6-ാം വാക്യത്തിൽ പറഞ്ഞ വിശ്വാസം എവിടുന്ന് കിട്ടി? സഭയെ നല്ല കിട്ടിയത് തിമോത്തിയോസിന് കിട്ടിയത് ഒരു ബുക്കിൽ നിന്നല്ല. തിമോത്തിയോസിന് കിട്ടിയത് 1-ാമത്തെ അധ്യായം 5-ാം വാക്യം 2 തിമോത്തിയോസിൽ പറയുന്നത്, ആ വിശ്വാസം, ഒന്ന് ഉറക്കെ വായിക്കാമോ ഒരുമിച്ച് എല്ലാവരും കൂടെ? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അമ്മയും വല്യമ്മച്ചിയും, മോനെ നീ അതാകണം, വലുതായി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു തരണം, ഇതൊന്നും അല്ല അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞത് വചനം.
2 തിമോത്തിയോസ് 3 ഉണ്ട്. പൗലോസ് പറയുന്നത് കൊച്ചുനാള് മുതൽ നീ പഠിച്ച വചനം, വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്, സെറ്റ് ഓഫ് ഡോക്ട്രിൻസ് ആണ്. ഞാനിപ്പോ കൈപൊക്കിപ്പിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ ഫാമിലി പ്രെയർ ഇല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന്റെ അവസ്ഥ. ഫാമിലി പ്രെയറും പണ്ടത്തെ കാലം ഞാൻ ഓർക്കുന്നു, ഒട്ടുമിക്ക വീട്ടിലും 8 മണിക്കാണ് ഫാമിലി പ്രെയർ. കാരണം 8 മുതൽ 8:30 വരെയാണ് കരണ്ട് കട്ട്. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ഒക്കാത്ത ആ സമയം, TV വർക്കാകാത്ത 8 മുതൽ 8:30 വരെ. എൻ്റെ ബാല്യകാലത്തിൽ ഒട്ടുമിക്ക വീടുകളിലും വിളക്ക് വെച്ചുള്ള പ്രാർത്ഥന നടക്കുന്നത് ആ സമയത്താണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല തിമോത്തിയോസിന് കിട്ടിയത്. അമ്മയും വല്യമ്മയും കൊച്ചിലെ മുതലേ ഇരുത്തി പറഞ്ഞു വചനം, വിശ്വാസം. ഇതാ നമ്മൾ വിശ്വസിക്കുന്നത്. നീ യേശുവിന് വേണ്ടി ജീവിക്കണം. സ്കൂളിൽ പോകുമ്പോ നിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെ പോലെ അല്ല നീ വചനം അറിയാവുന്നവരാണ്. നീ സ്നാനപ്പെട്ടവരെന്ന് മാത്രമല്ല, നീ യേശുവിന്റെ കുഞ്ഞായി നിന്ന് മറ്റുള്ളവർ നിന്നോട് ചോദിക്കണം. നിന്റെ ലൈഫ് വ്യത്യാസമുള്ളതാണല്ലോ, നിന്റെ ജീവിത ശൈലി വ്യത്യാസമുള്ളതാണല്ലോ. ഇത് തീമോത്തിയോസിന് അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും മാത്രമല്ല കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. 2 തിമോത്തിയോസ് 3:10 വാക്യത്തിൽ നീയോ, കണ്ടോ എല്ലാവരും? 2 തിമോത്തിയോസ് 3:10 എവിടുന്ന് കിട്ടിയ പോഷണമാണിത്? നീയോ എന്റെ ഉപദേശം. അമ്മയിൽ നിന്ന് മാത്രമല്ല കിട്ടിയത്. പൗലോസ് പറയുക, നീ എന്നെ കണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ കണ്ടല്ലോ, ഞാൻ വചനം ധ്യാനിക്കുന്നത് നീ കണ്ടല്ലോ. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഇതെല്ലാം കണ്ടു വളർന്ന നീ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പോഷണം എന്നുള്ളതുണ്ടല്ലോ, 3-ാമത്തെ വയസ്സിൽ മീൻ നെയ്യ് ഗുളിക കഴിച്ചു എന്ന് കണ്ട് 19-ാമത്തെ വയസ്സിൽ അതിന്റെ പ്രയോജനം കിട്ടണമെന്നില്ല. മീൻ നെയ്യ് ഗുളിക 4-ാം വയസ്സിൽ കഴിച്ചാൽ 30-ാം വയസ്സിൽ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നില്ല. ഓരോ ദിവസവും അമ്മയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇന്ന് നിൽക്കണമെന്നില്ല. എത്രയോ നല്ല മാതാപിതാക്കൾ ഉള്ളവർ നമ്മുടെയൊക്കെ സമൂഹത്തിൽ തന്നെ തെറ്റിപ്പോകുന്നവരായിട്ടുണ്ട്. ചിലൊക്കെ പറയത്തില്ലേ, മാറിയിരുന്നു, അയ്യോ എന്ത് നല്ല അപ്പനും അമ്മയാ, പക്ഷെ ഇവനിതെന്തോ പറ്റി, ഇവക്കിതെന്തോ പറ്റി. ലജ്ജാകരമായ പ്രവർത്തികളിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ദിവസം, വിവാഹം പോലൊരു ദിവസം, യേശുവില്ലാത്ത ഒരാളുടെ കൂടെ കൈ കൊടുത്ത് നിൽക്കുമ്പോ ലോകം പറയും, അയ്യോ എന്തോ പറ്റിപ്പോയി, ആ അമ്മ എന്ത് പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. പക്ഷെ മോക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാനൊക്കും? കാരണം എന്താണെന്നറിയാം? അമ്മ പഠിപ്പിക്കാഞ്ഞിട്ട് മാത്രമല്ല, ചർച്ചില്ലാഞ്ഞിട്ട് മാത്രമല്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പോഷണം ശരിയായില്ല. വചനത്തിലും വിശ്വാസത്തിലും പോഷണം കിട്ടേണ്ടവർ, നറിഷ്മെന്റ് കിട്ടവർ ഏതിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ 7-ാമത്തെ വാക്യത്തിലുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ മുഖം നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ വരുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഏകാഗ്രത തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നവർ ദയവായി ഇതിനകത്തോട്ട് നമ്മുടെ ഓഡിയൻസിന്റെ പിക്ചർ ഇടാതിരിക്കുക നല്ലത്. കാരണം അത് വെറുതെ മനുഷ്യരുടെ ശ്രദ്ധ മാറ്റും. പോഷണം എന്ന് പറയുന്നത് 4 മണിക്കുള്ള ഉഴുന്നുവട ഒരു ദിവസം കഴിക്കാം. കൊച്ചിലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്നും ഈ ഉഴുന്നുവടയും കിട്ടിയാലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പഞ്ഞവും ഇല്ല ഉഴുന്നുവടയ്ക്ക്. അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി, ഇവിടെ ഒരു ഉഴുന്നുവട അവിടെ ഒരു ഉഴുന്നുവട എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിൽ ഒരു ഉഴുന്നുവട ഞാൻ എടുത്താൽ എൻ്റെ മനസ്സിൽ അത് രജിസ്റ്റർ, ഈ ആഴ്ചത്തേക്കുള്ള ഒരു ഉഴുന്നുവട ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനിയും തൊടാനൊക്കത്തില്ല. ഈ എണ്ണ ഇത്രേ അകത്തോട്ട് കയറിയാൽ പോഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ പൗലോസ് തീമോത്തിയോസിനോട് പറയാ, നിനക്കൊരു അമ്മയുണ്ട്, നിനക്കൊരു മെന്റർ ഉണ്ട്, നിനക്കൊരു സെന്റർ ഉണ്ട്, നിനക്കൊരു യൂത്ത് ലീഡർ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ നിന്റെ പോഷണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ നീ വർജിക്കണം ചില കാര്യങ്ങൾ. എന്തു വർജിക്കണം? 7-ാമത്തെ വാക്യം, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച്. 2 വാക്കുകളാണ്.
ഭക്തിവിരുദ്ധം കിഴവിക്കഥ. എന്തുവാ ഇതിന്റെ അർത്ഥം? ശ്രദ്ധിക്കണമേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. ഈ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളുടെ പിമ്പിൽ ആരാന്നറിയാമോ? പിമ്പിൽ ദൈവമല്ല, 4:1 പറയുന്നത് ഭൂതമാണെന്നാണ്. ആണെന്നാണോ എഴുതിയിരിക്കുന്നത്? നോക്കിയ 4:1 വാക്യം. ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് വിശ്വസിക്കുന്നു. അപ്പൊ ഒരു വിശ്വാസി ശ്രദ്ധിച്ചില്ല എങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, മൈ യങ്ങർ ബ്രദർ, മൈ യങ്ങർ സിസ്റ്റർ, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്ലേറ്റ് നിങ്ങൾ നോക്കി, അയ്യോ ഇതെല്ലാം കൂടെ കഴിച്ചാൽ എനിക്ക് നാളെ ഓടാനൊക്കത്തില്ല, എനിക്ക് നാളെ കളിയുള്ളതാ, ഇതെല്ലാം കൂടെ കഴിച്ചാൽ എനിക്ക് ഒക്കത്തില്ല. വിരാട് കോഹ്ലിയുടെ ഒക്കെ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. കുടിക്കുന്ന വെള്ളം 1 ലിറ്ററിന് 600 രൂപയാണ്. ഇമ്പോർട്ട് ചെയ്ത വെള്ളമാണ് കുടിക്കുന്നത്. നമ്മൾ മാച്ച് കഴിയുമ്പം എന്ത് ഫാസ്റ്റായിട്ട് ഓടുന്നു വിരാട് കോഹ്ലി, എന്ത് ഫിറ്റാണ്. ഇതിന്റെ പിമ്പിൽ പുള്ളി പറഞ്ഞൊരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഫുഡ് ഫോർ ടേസ്റ്റ്. ഞാൻ രുചിക്ക് ആഹാരം കഴിക്കുന്നത് പണ്ടേ നിർത്തി. ഞാൻ സർവൈവലിന് വേണ്ടി മാത്രമേ കഴിക്കത്തുള്ളൂ, ടേസ്റ്റിനല്ല ഞാൻ കഴിക്കുന്നത്. മട്ടൻ ചോപ്സ്, ചിക്കൻ റോസ്റ്റ് ഞാൻ തൊടത്തില്ല. വിരാട് കോഹ്ലി പറയും ഞാൻ തൊടത്തില്ല. ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഫുഡ് ഫോർ ടേസ്റ്റ്. ടേസ്റ്റിനല്ല ഞാൻ കഴിക്കുന്നത്. ഐ വാണ്ട് ടു ബി ഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു അത്ലീറ്റ് ഈ ലോകത്തിൽ വാടുന്ന കിരീടം പ്രാപിക്കാൻ ഒരു ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ, PYP അംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ പോഷണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോഷണം ഏതുവഴിയാ വരുന്നതെന്ന് ചോദിച്ചാൽ ഹെഡ്ഫോണിലൂടെ. മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന പോഷണം, കണ്ണിലേക്ക് കൊടുക്കുന്ന പോഷണം, ഈ ഇൻസ്ട്രുമെന്റിലൂടെ കിട്ടുന്ന പോഷണം, യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നെറ്റ്ഫ്ലിക്സിലൂടെയും നിങ്ങൾക്ക് കിട്ടുന്ന പോഷണം, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 2 പദമാണ്. ഭക്തിവിരുദ്ധം എന്നുള്ളതിനെ എഴുതി വെക്കണേ. കുറച്ചുപേര് എഴുതുന്നുണ്ട്, കുറച്ചുപേര് എഴുതുന്നില്ല, കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭക്തിവിരുദ്ധം എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം പ്രൊഫൈൻ എന്നുള്ളതാണ്. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അർത്ഥം ഇത്രയേ ഉള്ളൂ, ഹോളിനെസിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഭക്തി വിരുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ഭക്തിയുടെ നേരെ ഓപ്പോസിറ്റ്. എന്തോ പിന്നെ ഈ കഥയെന്ന് പറഞ്ഞാൽ, ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകൾ എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ അവിടുത്തെ മൂലപദത്തിന്റെ അസൽ തർജിമ എന്താന്ന് ചോദിച്ചാൽ മുത്തശ്ശിക്കഥകൾ. എന്തോ മുത്തശ്ശിക്കഥകൾ എന്ന് പറയുന്നത് ഉറക്കാൻ കിടത്തുമ്പം പണ്ടത്തെ വല്യമ്മച്ചിമാര് പറയത്തില്ലായിരുന്നോ, കുളിക്കാൻ പോകുന്ന വഴി ഒരു മയിൽ അവിടെ നിപ്പുണ്ടായിരുന്നു, അപ്പൊ പുലി ഒരു വശത്തൂടെ വന്നു, എന്നിട്ട് കേക്കണം കഥ. ഈ കഥ വല്ലതും യാഥാർത്ഥ്യമാണോ? ഒന്നുമല്ല. എന്നിട്ട് ഉറങ്ങാതാകുമ്പോ പറയും, ഇനി ഉറങ്ങിയില്ലെങ്കിൽ പുലി വരും, പുസിക്കാറ്റ് വരും. മുത്തശ്ശി കഥ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ല, വിശ്വസിക്കാവുന്ന ഒന്നുമല്ല. ഇത് ചുമ്മാ പറയുന്നതാ. വർജിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, പോഷണം വചനത്തിലൂടെ വിശ്വാസം വളരണമെങ്കിൽ, നോ, ഞാനിത് കേൾക്കത്തില്ല, ഞാനിത് കാണത്തില്ല. എന്ത് ഭക്തി വിരുദ്ധം എന്ന് പറഞ്ഞാൽ എന്നെ വിശുദ്ധനാക്കാത്ത ഒരു കാര്യവും ഞാൻ കേൾക്കത്തില്ല. എന്നെ അശുദ്ധനാക്കുന്ന ഒരു സൈറ്റുകളും എനിക്ക് വേണ്ട. വെബ്സൈറ്റ് എത്ര ടെംപ്റ്റിംഗ് ആണെങ്കിലും വേണ്ട, ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്യും. കാരണം എൻ്റെ പോഷണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കിഴവിക്കഥകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങളിൽ എത്ര പേര് ഈ വാട്സാപ്പ് സ്റ്റേറ്റസ് ഒക്കെ ഇടുന്നവരാ? വാട്സാപ്പ് സ്റ്റേറ്റസ്
നിങ്ങളൊക്കെ ഈ ലോകത്തിലാണോ ജീവിക്കുന്നത്? വാട്സാപ്പ് സ്റ്റേറ്റസ് ഇടുമോ? ഇടും. സാധാരണ ആൾക്കാർ ഇടുന്നത് എന്തുവാ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ ഒരു കഥയുണ്ട്. കഥ അതാര് പറയുന്ന കഥയാന്ന് ചോദിച്ചാൽ സെലിബ്രിറ്റീസ് പറയുന്ന കഥയാണ്. സിനിമാ നടന്മാരെയോ വലിയ വലിയ ബിസിനസ് ആൾക്കാരോ പറയുന്ന മോട്ടിവേഷണൽ ടോക്ക്. അവരുടെ ചില കൊട്ടേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഫോളോ യുവർ ഹാർട്ട്. നീ നിന്റെ ഹൃദയം അനുസരിച്ചോണം. ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്, ഫോളോ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം. അങ്ങനെയുള്ള കൊട്ടേഷൻ വരുമ്പോഴാണ് അടുത്ത വാക്ക് വരുന്നത്, യു ആർ ലിവിങ് ഓൺലി വൺസ്. ഇത് നിന്റെ ജീവിതമാണ്. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കല്ലേ, അപ്പന് വേണ്ടി ജീവിക്കല്ലേ, പള്ളിക്ക് വേണ്ടി ജീവിക്കല്ലേ. പള്ളിയാണോ നിനക്ക് ചെലവ് തരുന്നത്? നീ നിനക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ പിള്ളേരും ഇതൊക്കെയാ സ്റ്റേറ്റസ് ഇടുന്നത്. ഫോളോ യുവർ ഹാർട്ട്. സക്സസിനെ കുറിച്ച് ലോകത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും നെറ്റ്ഫ്ലിക്സിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും കേൾക്കുന്ന പോഷണം നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് എവിടുന്ന് വരുന്നതാണെന്നറിയാമോ? ഇതിന്റെ സോഴ്സ് എന്താണെന്നറിയോ? ഇതിന്റെ സോഴ്സ് 4:1 കാണുന്നത് പോലെ ദൈവത്തിന് വിരുദ്ധമായ ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അതിനെ ബൈബിൾ വിളിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ്. ഈ ലോകത്തിന്റെ പ്രഭുവിന് നമ്മളെ കുരുടാക്കുവാൻ കഴിയും, നമ്മളെ ഭക്തിയിൽ നിന്ന് മാറ്റാൻ കഴിയും. ഒരു കയ്യിൽ ബൈബിള് പിടിക്കും, പക്ഷേ മറുവശത്ത് മനസ്സിലുള്ളതെല്ലാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, എങ്ങനെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം. എന്തുവാ രക്ഷപ്പെടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളിലൂടെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെങ്കിലും ഒന്ന് വെളിയിൽ പോകണം. വെളിയിൽ വിദേശത്ത് എവിടെങ്കിലും പോയാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. എവിടുന്ന് വന്നു ഇങ്ങനെയുള്ള ചിന്തകൾ? നാട്ടിൽ ജീവിച്ച എങ്ങനെങ്കിലും വെളിയിൽ പോകണം, പൈസ ഉണ്ടാക്കണം, ഒരു വീട് ഉണ്ടാക്കണം, നല്ല വീട്, വണ്ടി, എന്നാലേ വിലയുള്ളൂ. വില. ഇതാണ് നിങ്ങൾ പോഷണം ചെയ്യുന്നതെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ചിന്തിക്കുന്നത്, എനിക്ക് എങ്ങനെങ്കിലും പഠിച്ച് വലിയൊരാളാവണം. ഞാനിപ്പോ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എങ്ങനെയാലും ജർമ്മനി പോകണം. ജർമ്മനി പോകുന്നത് തെറ്റല്ല, കാനഡയിൽ പോകുന്നത് തെറ്റല്ല. ഞാൻ പറയുന്നത് പോഷണം എന്താണ്? ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണമെന്നാണോ, എനിക്ക് വേണ്ടി തന്നെ ജീവിക്കണമെന്നാണോ? അതാണ് പ്രശ്നം. യേശുവിന്റെ ശിഷ്യരായ നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേരോട് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, എടി നീ എന്താ ഇങ്ങനെ? നിന്റെ ചിന്ത ഭയങ്കര വ്യത്യാസമാണല്ലോ, നിന്റെ ജീവിത ശൈലി. അല്ല, നിങ്ങളിൽ എത്ര പേരോട് നിങ്ങളുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, എടാ നീ എന്തോ ഭയങ്കര വ്യത്യാസം, നിനക്കപ്പം ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? നമുക്ക് എങ്ങനെയല്ല നല്ലൊരു രീതി, നിനക്കപ്പം. സാധാരണ ഒരു വ്യക്തിയോട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ലോക മനുഷ്യരെക്കാട്ടിൽ ലൗകികത നമ്മളെ പിടിച്ചിരിക്കുക. അവർക്കില്ലാത്തതിനെക്കാട്ടിൽ കൂടുതൽ സാമ്പത്തിക, ലൗകിക, ജഡീക ആഗ്രഹങ്ങളാൽ പെന്തിക്കോസുകാർ പിടിക്കപ്പെട്ടിരിക്കുക. പ്രവചനം പോലും എന്തായി മാറി? ജഡ അഭിലാഷം കൂട്ടുന്ന ശുശ്രൂഷയായി മാറി. അറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന്. ആരെങ്കിലും ഒരാൾ വന്ന് പറയാൻ സാധ്യത, നീ ഇവിടെ നിന്നും കറങ്ങി നടക്കേണ്ടവനല്ല, ഞാനൊരു ഫ്ലൈറ്റ് കാണുന്നു, നീ പോകാൻ പോവാ. ഇതാ പ്രവാചകരും പറയുന്നു. വാസ്തവത്തിൽ പ്രവാചകരെ ദൈവം വെച്ചിരിക്കുന്നത് ഭക്തി വിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ. നീ ഭക്തിയിൽ അല്ല നടക്കുന്നേ, നിന്റെ അകം മുഴുവൻ പണക്കൊതിയ. ഇത് പറയാനാ ദൈവം പ്രവാചകരെ വെച്ചത്. പക്ഷെ ഇന്നത്തെ പ്രവാചകര് പറയുന്നത്, ഇല്ലാത്ത പണക്കൊതി എന്നിൽ ഉണ്ടാക്കുന്നു, ഇല്ലാത്ത ആഗ്രഹങ്ങൾ എന്നിൽ വിതയ്ക്കുന്നു. എന്നിട്ട് എന്റെ മനസ്സിലൊരു ചിന്ത, പോഷണം. രാവിലെയും വൈകിട്ട് വിരിഞ്ഞ് ഞാൻ വെബ്സൈറ്റിൽ നോക്കുക, ഹൗ ടു ഗോ ടു കാനഡ, ഫ്രം വേർ വിൽ ഐ ഗെറ്റ് ലോൺ. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്, ഈ വിദേശത്തോടുള്ള ബന്ധത്തിൽ മാത്രം. പോഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ വചനത്തിൽ പോഷണം കിട്ടിയ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ സമർപ്പിക്കേണ്ട ഒരു സമയം ഈ സെഷന്റെ അവസാനം ഞാൻ തരുമെന്ന്. എന്തിനു വേണ്ടിയാ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വാട്സാപ്പ് സ്റ്റേറ്റസ് ഇടണം. എന്തിടണം? ഈ വചനത്തിന്റെ തത്വങ്ങൾ വെളിയിലോട്ട് വരട്ടെ. ഈ വചനം പറയുന്നത് എനിക്ക് വേണ്ടി ജീവിക്കുക എന്നല്ല, ക്രൂശ് എടുത്ത് യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന ഈ വചനം പറയുന്നത്. ഈ വചനം പറയുന്നത് നീ നിന്റെ ഹൃദയത്തെ വിശ്വസിക്കുക എന്നല്ല. ഈ വചനം പറയുന്നത് ഹൃദയം എല്ലാത്തിനെക്കാട്ടിലും വഞ്ചന നിറഞ്ഞതാ, നീ നിന്റെ ഹൃദയം വിശ്വസിക്കരുതെന്ന് ഈ വചനം പറയുന്നു. കിഴവിക്കഥകളും മുത്തശ്ശിക്കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് വചനത്തിന് വിരുദ്ധമായ ചിന്തകളാണ്. നിങ്ങളുടെ പോഷണം ശരിയല്ല എങ്കിൽ, കേൾക്കുന്നതും കാണുന്നതും ശരിയല്ല എങ്കിൽ, ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ അറിയാനൊക്കെ, നിങ്ങളുടെ സേവ്ഡ് വീഡിയോസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ സേവ് ചെയ്തിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ മാറ്റമില്ലാത്ത വാക്കുകളാണോ സേവ് ചെയ്തിരിക്കുന്നത്? അതോ എനിക്ക് നല്ലതായിട്ട് തോന്നി, ഇവന്റെ സ്റ്റോറി ഭയങ്കര മോട്ടിവേഷനാ, ഞാൻ ഇനി നല്ല വൈബാണ് ഇപ്പൊ തോന്നുന്നത്. എന്ത് വൈബിന്റെ കാര്യമായി പറയുന്നേ? എന്റെ ആത്മീക മനുഷ്യന് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ വചനത്തിൽ ഞാൻ വസിച്ച് വർജിക്കണം ഈ കഥകൾ, ഈ ലോകത്തിന്റെ തത്വങ്ങൾ, ഈ ഭൂതങ്ങളാൽ പ്രേരിതമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ സക്സസ് നിശ്ചയിക്കേണ്ടത് ലോകമനുഷ്യനല്ല. എന്റെ സക്സസ് നിശ്ചയിക്കേണ്ടത് ഒരു സംഘടനയോ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനോ അല്ല. എന്റെ സക്സസ് നിശ്ചയിക്കേണ്ടത് സർവശക്തനായ ദൈവമാണ്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ സക്സസ് എന്താ? ആൾക്കാർ എന്നോട് പറയുന്നത് ഞാൻ പറയാം. പല രാജ്യങ്ങളിൽ പോയല്ലോ, ഭയങ്കര സക്സസ്സാ. അനേക വേദികളിൽ നിന്നല്ലോ, ഭയങ്കര സക്സസ്സാ. ഇത് മനുഷ്യനെ സംബന്ധിച്ച് സക്സസ്സാ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിലുള്ള സക്സസ് ചിലപ്പോൾ ലോകം അറിയപ്പെടാത്ത ശുശ്രൂഷകന്മാർ, അവർ വലിയ വേദികളിൽ ഒന്നും നിന്നില്ല, അവർ വിദേശങ്ങളിൽ ഒന്നും പോയില്ല, പാസ്പോർട്ട് പോലും കാണത്തില്ല. പക്ഷേ അവരെ നോക്കി സ്വർഗം വിളിക്കും, നീ സക്സസ്ഫുൾ ആണ്, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ. നിങ്ങളിൽ എത്ര പേര് ഇന്നത്തെ ദിവസം പകലിൽ പറയും, വിദേശത്ത് ഞാൻ പോയാലും ഇല്ലെങ്കിലും, ഞാൻ വലിയ ഉന്നത വീട് വെച്ചാലും ഇല്ലെങ്കിലും, എന്റെ ഹൃദയം ഇടുപ്പ് മുഴുവൻ എനിക്ക് യേശുവിന്റെ പ്രിയ മകനായി മകളായി ജീവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് അങ്ങനെ ഒരു ജീവിത ശൈലിക്ക് വേണ്ടിയാണ്. അല്ലെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ വ്യത്യാസം എന്താ? വേറൊരാളുടെ മനസ്സിൽ ഇരിക്കുന്നത് ഇത് തന്നെയാ, എനിക്ക് വലിയവരാകണം, എനിക്ക് വലിയവരാകണം. വലുത് നമ്മുടെ മനസ്സിലും അത് തന്നെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതുകൊണ്ടാ പലരും പറയുന്നത് പെന്തിക്കോസിന് വലിയൊരു ഭാവിയില്ല, 10 വർഷം 15 വർഷം മാത്രമേ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. ആൾക്കാർ പറയുന്നതാ. നമ്മുടെ ചർച്ചിലൊക്കെ യങ്സ്റ്റേഴ്സ് കുറയുന്നു, എന്തി എല്ലാരും പോവാ. ഇങ്ങനെ പറയാൻ കാര്യം, വർജിക്കാൻ നമ്മൾ മറന്നുപോയി, ഒഴിക്കാൻ, റിജക്റ്റ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി. വരുന്നതെല്ലാം നമ്മൾ സ്വീകരിച്ചു. വരുന്നതെല്ലാം കഴിക്കുന്ന ഒരാളെ കാണുമ്പോൾ അറിയാം, ഒബീസായി നടക്കാൻ പോലും വയ്യാതെ രോഗവും പിടിച്ചിരിക്കുന്ന ഒരാളെ നോക്കുമ്പോൾ അയ്യോ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലോ വല്ലം പോയി ജോയിൻ ചെയ്യ് സാറേ എന്ന് പറയുന്നത് പോലെ ആത്മീക മനുഷ്യൻ ആരോഗ്യമില്ലാതായി പോയാൽ ദൈവസഭയെ വിട്ടുമാറി എങ്ങും പോകണ്ട, കേരളത്തിന്റെ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്താൽ മതി, നമ്മുടെ ചർച്ചുകളിൽ ഇരിക്കുന്ന പല യൗവനക്കാരും സഭയെ പോലും പിന്നെ പോകുന്നില്ല. കേരള ബോർഡർ ക്രോസ് ചെയ്ത് ബാംഗ്ലൂരിലേക്കോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് പോകുമ്പോഴേ ആൾക്കാർ മാറുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ പോഷണത്തിന്റെ പ്രശ്നമാണ്, വർജനമില്ലാത്തൊരു കഴിപ്പാണ്. എല്ലാരും കാണുന്നത് കാണുന്നു, എല്ലാരും കേൾക്കുന്നത് കേൾക്കുന്നു, എല്ലാരെയും പോലെ പാടുന്നു, എല്ലാരെയും പോലെ ആഗ്രഹിക്കുന്നു, എല്ലാരെയും പോലെ സ്വപ്നം കാണുന്നു. നമുക്ക് വേറൊരു സ്വപ്നം വേണ്ടിയവരാണ്. നിങ്ങളിൽ എത്ര പേര് സ്വപ്നം കാണും, കർത്താവേ എന്നെ ഈ തലമുറയിൽ ദൈവം ഒന്ന് ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് സ്വപ്നം കാണും? നിങ്ങളിൽ എത്ര പേര് ഇന്ന് പകൽ സ്വപ്നം കാണും, കർത്താവേ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, വചനത്തിന്റെ ശുശ്രൂഷകനാക്കി എന്നെ മാറ്റണമേ. എനിക്കതിനുള്ള കഴിവില്ല,
എനിക്കതിനുള്ള മിടുക്കില്ല, എന്നാൽ യേശു എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുവാൻ ഞാൻ തയ്യാറാ എന്ന് എത്ര പേര് പറയും? മൂന്നാമത്തെ ആ കാര്യം ശ്രദ്ധിക്കണം, പോഷണം കറക്റ്റ് ആയിരിക്കണം. ശ്രദ്ധിച്ചേ കഴിക്കാവൂ, ശ്രദ്ധിച്ചേ കേൾക്കാവൂ. പലതിലും ഭൂതങ്ങളുടെ സ്വാധീനം വരാൻ സാധ്യതയുണ്ട്. ചിലരെ കാണുമ്പോൾ, ചില യൗവനക്കാരെ കാണുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസവും എന്നോട് ഒരാൾ പറഞ്ഞതാ, സഭയിൽ പോകുന്ന സംസ്ഥാന തലത്തിൽ ട്രോഫി വാങ്ങിച്ച ഒരാളെ കുറിച്ച്, പ്രസംഗത്തിന് ട്രോഫി വാങ്ങിച്ച ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞതാണ്, പാസ്റ്റർ ഇവന് ഭൂതം ഏതാണ്ടാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നേരത്തെ കണ്ടതുപോലെ ആടുന്ന ഭൂതമോ ഉരുളുന്ന ഭൂതമോ അല്ല. ഇത് തലയ്ക്കകത്ത് പിടിച്ചിരിക്കുന്ന ഒറ്റ കാര്യം, പൈസ വേണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. രാവിലെ മുതൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പൈസ ഉണ്ട്, ഇത് മാത്രമേ ഉള്ളൂ തലയിൽ. പൈസ വേണ്ടേ ജീവിക്കാൻ? തീർച്ചയായിട്ടും വേണം. എന്നാൽ ഈ ഭ്രാന്ത്, എനിക്ക് എങ്ങനെയെങ്കിലും ലോകത്തിലെ, കേരളത്തിലെ, എൻ്റെ രാജ്യം, എൻ്റെ ഈ സ്ഥലത്തെങ്കിലും ഏറ്റവും വലിയൊരു പണക്കാർ, എങ്ങനെ വന്നു ഈ ചിന്ത? പോഷണം റിജക്റ്റ് ചെയ്യേണ്ടതിനെ റിജക്റ്റ് ചെയ്യണം. സ്വാധീനങ്ങൾ. ഈ സെഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇത് പരിശുദ്ധാത്മ നിറവിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ബോധ്യം തരും, എടാ നിന്നെ കുറിച്ചാ പറയുന്നത്, ഈ ആപ്പിനെ കുറിച്ചായി പറയുന്നത്, നീ ഇട്ട സ്റ്റാറ്റസിനെ കുറിച്ചാ പറയുന്നത്, ഇനി അത് ഇടരുത്. ആരും കാണാത്ത പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത്, ചിലരുടെ ഫോൺ കണ്ടാൽ ആര് നോക്കിയാലും ഇത് തുറക്കാനൊക്കത്തില്ല. ഇങ്ങനെ ഒരു വര അവിടുന്ന് ഒരു വര ഇങ്ങോട്ട്, എന്തും ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വർജിച്ചിട്ടില്ല, നോ പറഞ്ഞിട്ടില്ല. കഥകൾ വിശ്വസിച്ചു, കഥകൾ കാണുന്നത് പോലെ, സിനിമ കഥ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു. പ്രേമത്തിന്റെ പിടിയിൽ, റിലേഷൻഷിപ്പിന്റെ പിടിയിൽ. ആളിന് നല്ലതായിട്ട് അറിയാം ഈ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ഞാൻ പോകുന്നില്ല, എങ്കിലും സംസാരിക്കുക. രാത്രി 11 മണിയാകുമ്പം ഒരു ഹെഡ്ഫോണും വെച്ചോണ്ട് കിടന്നോണ്ട് സംസാരമാണ്. പോഷണം, പോഷണം. അതിൻ്റെ ഇടയ്ക്ക് മാതാവ്, എടാ നിനക്ക് പനിയല്ല, ഇച്ചിരി ചൂടുവെള്ളം തരട്ടെ എന്ന് പറയുമ്പോ ഈ ഹെഡ്ഫോൺ വെച്ച് ഹല്ലേലൂയ അവനാർക്കും കടക്കാൻ. കാരണം അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അമ്മ ഓർക്കുന്ന മോൻ ഏതാണ്ട് യൂട്യൂബിൽ ആത്മീക വർധന വരുത്തുന്ന കണ്ടുകൊണ്ട് കിടക്കുന്നതിനിടെ ഹല്ലേലൂയ പറഞ്ഞാർന്ന. ബൈബിൾ കോളേജുകളിലും ഉണ്ട് ഇങ്ങനെയൊക്കെ. ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു ബൈബിൾ കോളേജിൽ, ഹെഡ്ഫോൺ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ പുള്ളിയും നടക്കും, ബെഡ്ഷീറ്റ് എല്ലാം ഇട്ട് രാത്രി. അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ വയ്യാത്ത സമയങ്ങൾ, തിരിച്ചറിയുമ്പം ഉടനെ ഭാഷ മാറും. പറ പിന്നെന്തുവാ കഴിച്ചേ എന്ന ചോദ്യം സാറിനെ കാണുമ്പം കർത്താവേ എന്നെ ഉപയോഗിക്കണമേ മാറും. എന്നാൽ സാറാണെന്ന് തിരിച്ചറിവില്ലാത്ത സമയത്ത് സാറ് കൂടെ നടക്കുക, നാളെ ഏത് കളറിലെ ഡ്രസ്സാ ഇടുന്നേ? സാർ അതിശയിക്കുക, എടോ നീയാണോ ശുശ്രൂഷകൻ, നീയാണോ പെന്തിക്കോസുകാരൻ? രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത് ലോക മനുഷ്യനെ പോലെ ഇങ്ങനെ സംസാരിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നമ്മുടെ ജീവിതം വിശുദ്ധമായ ജീവിതമാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു വേർതിരിവ്, വ്യത്യാസം നമ്മൾ കാണണം. അത് ഫോണിന്റെ ഉപയോഗത്തിൽ കാണണം, റിലേഷൻഷിപ്പിൽ കാണണം, കാണുന്നതിൽ കാണണം, കേൾക്കുന്നതിൽ കാണണം, സംസാരങ്ങളിൽ കാണണം. വർജനം വേണം. മൂന്നാമത്തെ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. പോഷണം എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെച്ചു എന്ന് ഞാൻ കരുതട്ടെ. വചനത്തിൽ ഫീഡ് ചെയ്യ്, വചനത്തിൽ നറിഷ്മെന്റ് കിട്ട്. വിടേണ്ടത് ഭൂതങ്ങളാൽ ഉപദേശങ്ങളും ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിക്കണം. മൂന്നാമത് നമ്മുടെ പ്രധാന പദം, ഈ ക്യാമ്പിന്റെ അതിപ്രധാനമായ തീമാണ് അഭ്യാസം, ട്രെയിനിങ്. ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ, ഇത് എഴുതുന്ന തിമോത്തിയോസിനാണല്ലോ ഇത് എഴുതുന്നത്. താൻ ഇരിക്കുന്നത് എഫെസസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ എഫെസസിൽ ജിംനേഷ്യംസ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക യൗവനക്കാരും ജിംനേഷ്യത്തിൽ പോകും. ഇന്നത്തെ പോലെ അല്ല. ഇന്നിപ്പോ ജിമ്മിൽ പോകുന്നവർക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. ചിലർ വരും, വലിയ ഷൂ ഇട്ട്, ട്രാക്ക് പാൻറ്റും ഇട്ട്, തൊപ്പിയും വെച്ച് വരും, പക്ഷെ ഒന്നുമില്ല.
ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറയാം കഴിഞ്ഞു, ഇനി ഒരു ചായ കുടിച്ചിട്ട് പോവാം. ചിലപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാടാ, നീ 10 മിനിറ്റാണ് അവിടെ ഇരുന്നത്, പക്ഷെ ചായ ഏത്തക്കാപ്പം കുടിച്ചപ്പോൾ തന്നെ നീ ചെയ്തതിനെക്കാട്ടിൽ അകത്ത് കയറി. ഫൺ ഫോർ എ ഫൺ. 1-ാം നൂറ്റാണ്ടിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, അഭ്യാസം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ തീരുന്നതല്ല, മണിക്കൂറുകൾ എടുത്ത് അവരുടെ ശരീരത്തിലെ കൊഴുപ്പിനെ എല്ലാം ഉരുക്കിക്കളഞ്ഞ് എന്തൊക്കെ ചെയ്യാമോ ആ ശരീരത്തെ നിയന്ത്രിക്കാൻ അതെല്ലാം ചെയ്ത് ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന ആളെ പോലെ, ഓട്ടക്കളത്തിൽ ഉസൈൻ ബോൾട്ട് ഇറങ്ങുന്നത് പോലെ, അല്ല ബാഡ്മിന്റണിൽ PV സിന്ധു ഫിറ്റായിട്ട് ഇറങ്ങുന്നത് പോലെ തന്നെത്താൻ നിയന്ത്രിച്ചുള്ള ജീവിതത്തിന്റെ ആ വാക്കാ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്. നീ ജിംനേഷ്യത്തിൽ പോകണ്ട, നീ ജിമ്മിൽ പോകണ്ട. ഇവിടെ വന്നിരിക്കുന്ന PYP അംഗങ്ങളെ, ജിമ്മിൽ പോകാനല്ല ഞാൻ പറയുന്നത്, അഭ്യാസം വേണം. എന്ത് അഭ്യാസമാ? 7-ാമത്തെ വാക്യം, ദൈവഭക്തിക്ക് തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിലേക്ക് നയിക്കുന്ന അഭ്യാസം. അപ്പോസ്തലനായ പൗലോസ് 13 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ ദൈവഭക്തി എന്നുള്ള പദം തന്റെ ലേഖനങ്ങളിൽ. അതിൽ 9 പ്രാവശ്യം ഈ 1 തീമോത്തിയോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭക്തി ഭക്തി ഭക്തി, ദൈവഭക്തി എന്നുള്ള ആ പ്രത്യേക പ്രയോഗം. അതിന്റെ റെഫറൻസുകളെല്ലാം ഇപ്പോൾ പറയാൻ വേണ്ടി ഞാൻ സമയം എടുക്കുന്നില്ല. ദൈവഭക്തിയുടെ അർത്ഥം ഇത്രമേ ഉള്ളൂ. നിങ്ങളിൽ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവഭക്തി എന്ന് പറയുന്നത്, ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, അത് മാത്രമല്ല, ഞാൻ കിടക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കാതെ കിടക്കത്തില്ല, അത് മാത്രമല്ല, ദൈവഭക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണമേ. ദൈവഭക്തിയോടെ ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട എല്ലാവർക്കും പെർസിക്യൂഷൻ. 2 തീമോത്തിയോസ് 3:12 ഇങ്ങനെയാ പറയുന്നത്, യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം, അടുത്ത വാക്കെന്താ? ഉപദ്രവമുണ്ട്. എന്തിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങിന്റെ കാര്യമാ ഈ ക്യാമ്പ്, ഈ ശാലേം ഫെസ്റ്റ് പറയുന്നത്? ഗുംനാറ്റ്സോ, എന്ത് ട്രെയിനിങ്ങാ? ഉപദ്രവമേൽക്കുമ്പോ നിൽക്കാനുള്ള അഭ്യാസം. ആരാൽ ഉപദ്രവിക്കപ്പെടും? പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ ആരും കല്ലെറിയത്തില്ല, നിങ്ങളെ ആരും പിടിച്ചു തള്ളത്തൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ ഈ ഏരിയയിൽ അങ്ങനെയൊക്കെ നടക്കാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പോഷണം കറക്റ്റായി, നിങ്ങൾ ചിലതിനെ റിജക്റ്റ് ചെയ്ത് നല്ലായി ട്രെയിൻഡായി ദൈവഭക്തനായി എനിക്ക് ജീവിക്കണമെന്ന് ഇന്ന് തീരുമാനമെടുത്താൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? ആദ്യമായി പ്രശ്നം വരാൻ സാധ്യത നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പപ്പായും മമ്മിയും, ഞാൻ നേരത്തെ പോയ ഒരു ക്യാമ്പിൽ പിന്നീട് ഒരാൾ വിളിച്ചെന്നെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പാസ്റ്ററെ 1-2 മാതാപിതാക്കൾ വിളിച്ചു, ക്യാമ്പൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടത് ഇതിനൊന്നും അല്ല. ഏതിനൊന്നും അല്ലെന്നറിയാമോ? അവരൊന്ന് നന്നാകാനാ ഞങ്ങൾ വിട്ടത്. അവരുടെ ഫോൺ ഉപയോഗം കുറയണം, അവർ നല്ല കുഞ്ഞുങ്ങളാകണം. അവരിൽ ചിലർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ക്യാമ്പിൽ. മാതാപിതാക്കൾ പെന്തിക്കോസ്തുകാർ വിളിച്ച് സംഘാടകരോട് പറയുക, ഇതിനൊന്നുമല്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിട്ടത്, ഞങ്ങൾക്ക് ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാതെ ഒക്കാത്തതെല്ലാം വെട്ടിപ്പിടിക്കേണ്ടവരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഞങ്ങൾ പോകാത്ത രാജ്യത്തിൽ പോകേണ്ടവർ, ഞങ്ങൾ കയറാത്ത വണ്ടിയിൽ കയറേണ്ടവർ. അവര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുകയെന്നോ? പെൺകുട്ടികൾ പാസ്റ്ററെ കല്യാണം കഴിക്കാം എന്ന് സമർപ്പിച്ചപ്പോ പറയാ, ഇതിനൊന്നുമല്ല ഞങ്ങൾ പെൺകുട്ടികളെ ക്യാമ്പിന് വിട്ടത്. കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടിയുടെ വിവാഹ പ്രൊഫൈൽ വായന ഇങ്ങനെയാണ്: ഇത്ര വയസ്സുള്ള, ഇത്ര ഹൈറ്റുള്ള, ഇത്ര പഠിച്ച പെൺകുട്ടി, പാസ്റ്റർമാരൊഴികെ ആരെയും പരിഗണിക്കും. ആരാ ഇത്? പാസ്റ്ററുടെ മകൾ. എന്ത് സങ്കടകരമല്ലേ എന്ന് പറഞ്ഞാൽ, ബോധ്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് ജീവിക്കണം, എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ
ഭക്തിയോടെ ജീവിക്കുന്ന ഒരു പാസ്റ്ററിന് ഇടി കിട്ടും. എവിടുന്ന് ഇടി കിട്ടും? സംഘടനയിൽ നിന്ന് ചിലപ്പോൾ ഇടി കിട്ടും. ആൾക്കാർ, സ്വന്തം സഭയിൽ നിന്ന് ആൾക്കാർ അതും ഇതും പറയും. ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന ഒരിക്കലും ഇതറിയാത്ത ഒരാളല്ല ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഫാദർ ഒരു പാസ്റ്ററാണ്. ഒരു പാഴ്സണേജിൽ എന്ത് നടക്കാമെന്നുള്ളത് ഞാനും കണ്ടിട്ടുണ്ട്. ഒരു ചർച്ചിൽ നിന്ന് കണ്ണുനീരോടെ ഇറങ്ങുക എന്ന് പറയുന്നത് എന്താ എന്ന് ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാദർ ഒരു പ്രാവശ്യമേ ഏങ്ങലടിച്ച് കരയുന്നതായി ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു ചർച്ചുമായി ബന്ധപ്പെട്ട അതിനകത്തുണ്ടായ ഒരു പ്രശ്ന നിമിത്തമാണ്. ഇപ്പൊ ഇതെല്ലാം കൊച്ചിലെ കണ്ടു വളരുന്ന ഒരാള് നിങ്ങളതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇരിക്കുന്നത് ഒരു കാലത്തും സുവിശേഷ വേല ഞാനില്ല, എന്ത് ഞാൻ ചെയ്യാം, ഞാൻ പൈസ കൊടുക്കാം, ഞാൻ വേണേ ട്രാക്ട് കൊടുക്കാം, പരസ്യത്തിന് പോയി നിൽക്കാം, പക്ഷേ സുവിശേഷ വേല പരിപാടി എന്നോട് പറയരുതേ. പോഷണം കറക്റ്റ് ആണോ? ദൈവവചനമാണോ പോഷിക്കുന്നത്, നറിഷ് ചെയ്യുന്നത്? ഒരിക്കലും അത് പറയത്തില്ല. ദൈവവചനമാ കേൾക്കുന്നതെങ്കിൽ ചിലതിനോട് നോ, ഇത് ഞാൻ കേൾക്കത്തില്ല, ഇത് ഭക്തനാക്കുന്നതല്ല, ഇതെന്നെ ലൗകികനാക്കുന്ന, ഇത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവാ. എങ്ങനെ ട്രെയിൻ ചെയ്യാൻ? ഞാൻ പ്രാർത്ഥിക്കാൻ സമർപ്പിക്കുക, ഞാൻ വചനം ധ്യാനിക്കാൻ സമർപ്പിക്കുക, ഭക്തിയോടെ ജീവിക്കാൻ വേണ്ടി. 4:12 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഭക്തിയെക്കുറിച്ച് 5 കാര്യങ്ങൾ. വാക്കില്, നടപ്പില്, വിശ്വാസത്തില്, സ്നേഹത്തില്, നിർമ്മലതയില്. എഴുതി വെക്കണമേ, 2 പേര് എഴുതി, മറ്റുള്ളവർ എഴുതണം. 1 തീമോഥെയോസ് 4:12 എഴുതിയിട്ടുണ്ട്. എന്താ ഈ ഭക്തി? വാക്കിലുള്ള ഭക്തി, വിശ്വാസത്തിലും നടപ്പിലും സ്നേഹത്തിലും നിർമ്മലതയിലും. ആർക്കും ഒന്നും പറയാനില്ലാത്ത ആ നിർമ്മലമായ ജീവിത ശൈലി. ഏത് സമയവും ആർക്കും എടുക്കാം. ഫോൺ, എൻ്റെ ഫോൺ എടുത്തോ, ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന നിർമ്മലത, ഒളിക്കാൻ ഒന്നുമില്ലാത്ത, ജീവിതത്തിൽ വേറൊരു ദുരുദ്ദേശമില്ലാത്ത, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഹൃദയം വിങ്ങുന്ന ഒരു സമൂഹം. ദൈവഭക്തിക്ക് വേണ്ടി അഭ്യസിക്കുക, അതിനുള്ള അഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിന്റെ സക്സസ് അളക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാം? കഴിച്ച ഫുഡിലല്ല, വേറെ ഒന്നിലുമല്ല. ഈ ഭക്തിക്ക് അഭ്യാസം. ഞാൻ അതിനെന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ വീക്ഷണത്തിൽ, അതാണ് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും, പക്ഷേ ദൈവഭക്തിയോടെയുള്ള ജീവിതം സർവത്തിനും പ്രയോജനം ചെയ്യും. കാരണം ഈ ജീവന് മാത്രമല്ല, വരാൻ പോകുന്ന ലോകത്തിലും നിലനിൽക്കുന്ന ആ അഭ്യാസം പ്രാപിച്ച് ഈ സെഷന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ വരികയാണ്. എനിക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങളുടെ പോഷണത്തെ നിയന്ത്രിക്കാനായി നിങ്ങളിൽ എത്ര പേര് സമർപ്പിക്കും? ശരിയാ, ഞാൻ അങ്ങ് കേട്ടു ഫേസ്ബുക്ക് അതിൽ, പക്ഷെ എനിക്കൊരു നിയന്ത്രണമില്ല. ഞാൻ എന്തായി കേൾക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറില്ല പലപ്പോഴും. അതിനൊന്നും തെറ്റില്ലല്ലോ. ഇതൊക്കെ വചനവിരുദ്ധമാണെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പുകഴുന്നത് ലൗകികമായ കാര്യങ്ങളിലാണ്, ആത്മീകമായ ചിന്തകളല്ല എന്നെ ഭരിക്കുന്നത്. വർജനം, ചിലതിനെ ഒഴിക്കാൻ, ഭക്തി വിരുദ്ധമായ, ഭക്തനാക്കുന്നതല്ല ലൗകികനാക്കുന്ന കാര്യങ്ങളാണ് എന്നെ തലയിൽ മുഴുവൻ. അതിനെ വർജിച്ച് വചനത്തിൽ നിന്നും പോഷണം ലഭിച്ച് ഭക്തിയോടെ ജീവിപ്പാൻ, അതിനുവേണ്ടി ഒരു അഭ്യാസം എനിക്ക് ആവശ്യമാണ്. ഈ ചിന്തകൾ ഒരു നിമിഷം ബൈബിൾ അടയ്ക്കാം, ബുക്കുകളൊക്കെ ഒന്ന് മടക്കി വെക്കാം. കേട്ട ഈ ക്ലാസിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇതിന്റെ പ്രധാന കാര്യം 1 മിനിറ്റിൽ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമയം തരാൻ പോവുകയാണ് ഇതിനോട് പ്രതികരിക്കുവാൻ വേണ്ടി, ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി. എൻ്റെ ശിഷ്ട ആയുസ് വരുന്നതെല്ലാം കേൾക്കാതെ, വരുന്നതെല്ലാം വിശ്വസിക്കാതെ, വരുന്നതെല്ലാം കാണാതെ, എൻ്റെ കണ്ണിനോട് ഞാനൊരു നിയമം ചെയ്തു എന്ന് പറയത്തക്കവണ്ണം എൻ്റെ പോഷണം, എൻ്റെ ഡയറ്റ് ഞാൻ ശ്രദ്ധിക്കും. വിടേണ്ടതിനെ ഞാൻ വിടും, റിജക്റ്റ് ഞാൻ ചെയ്യും. ഡയറ്റ് മാത്രമല്ല, ട്രെയിനിങ്. ഒരാൾ ജിമ്മിൽ പോകുന്നത് പോലെ ദൈവഭക്തിയിൽ വളരാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ച് ജീവിക്കും. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധി ഒരു നിമിഷം അടയ്ക്കാം.
ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും നിർവിചാരികളായിട്ടിരിക്കരുത്. ദൈവം സംസാരിച്ച ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഭക്തിയോടെ ഈ തലമുറയിൽ യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് സമർപ്പിക്കുന്നവർ, എൻ്റെ ശിഷ്ട ആയുസ് ഈ നിമിഷം മുതൽ ഭക്തനായി, ഭക്തിയിൽ പൂർണ്ണനായി അതിനുള്ളൊരു അഭ്യാസം പ്രാപിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുന്നവർ, അങ്ങനെയുള്ളവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില കരങ്ങൾ ഞാൻ കാണുന്നു. എല്ലാവരും കൈപൊക്കരുത്. ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഭക്തിയിൽ ഒരു അഭ്യാസം നേടി, വിടേണ്ടതിനെ വിട്ട്, ഒഴിക്കേണ്ടതിനെ ഒഴിച്ച്, ലൗകിക തത്വങ്ങൾ ആശ്രയിച്ച് ജീവിക്കാനല്ല, ആത്മീക വീക്ഷണത്തോടെ ജീവിപ്പാൻ. സുവിശേഷ വേലയ്ക്ക് ദൈവം വിളിക്കുന്നെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. സുവിശേഷ വേലയിൽ കർത്താവ് എന്നെ പൂർണ്ണ സമയം വിളിക്കുന്നെങ്കിൽ ഞാൻ ഇതാ. അങ്ങനെ ഒരു സമർപ്പണം, അതിനായി സമർപ്പണമുള്ളവരെല്ലാവരും ആ കൈ ഉയർത്തിയവർ മാത്രം ഒരു നിമിഷം അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളുടെ തീരുമാനം സ്വർഗം കാണുന്ന നിമിഷങ്ങളാകട്ടെ. പരസ്യമായി കർത്താവിനെ സാക്ഷീകരിക്കുന്നതിലൂടെ നമ്മുടെ ലജ്ജ പോകും. നമ്മൾ ആ തീരുമാനത്തിൽ ദൃഢതയോടെ നിൽപ്പാൻ ഇടയാകും. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവർ മാത്രം അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കൈപൊക്കിയവർ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ ഈ വചനത്തിന്റെ മുമ്പിൽ അവരെ തന്നെ സമർപ്പിച്ച് താഴ്ത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പ്രിയ സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. പോഷണം വചനത്തിലൂടെ ലഭിപ്പാൻ, ദൈവിക ചിന്തകളാൽ അവർ രൂപപ്പെടുവാൻ, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ അവർ റിജക്റ്റ് ചെയ്യുവാൻ, ഭൂതങ്ങളാൽ സ്വാധീനപ്പെടുത്തുന്ന ചിന്തകളും കൊട്ടേഷനുകളും അവർ വലിച്ചെറിഞ്ഞു കളയുവാൻ, അവരുടെ മൊബൈലിൽ നിന്നും അങ്ങനെയുള്ള പിക്ചേഴ്സ്, കൊട്ടേഷൻസ് അവർ ഡിലീറ്റ് ചെയ്ത് ദൈവവചനത്താൽ പിടിക്കപ്പെട്ടവരായി, ദൈവിക സ്നേഹത്താൽ നിറയപ്പെട്ടവരായി, ദൈവഭക്തി വളർത്തുന്ന ചിന്തകളാൽ അവരുടെ ഹൃദയം നിറഞ്ഞ് അങ്ങനെ ഒരു അഭ്യാസം അവർക്ക് നൽകുവാൻ പിതാവേ അവിടുന്ന് കടാക്ഷിക്കണമേ. അവരെ തുടണമേ. അവരുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയാൽ നിറയ്ക്കണമേ. അവർ പാഴായി പോകാതെ അവരുടെ യൗവനം ദൈവത്തിന് പ്രസാദകരമാകുവാൻ ദൈവം അവരെ പ്രസാദിപ്പിക്കണമേ. അവരുടെ കരങ്ങളിൽ ദൈവത്തിന്റെ കരം പിടിക്കണമേ. ഈ ക്യാമ്പ് ഹൃദയത്തിൽ രൂപാന്തരം വന്നവരായി ഇനിയുള്ള ആയുസ് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുമെന്ന തീരുമാനത്തോടെ ഈ ദേശം വിട്ട് ഭവനങ്ങളിൽ കടന്നു പോകുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ഈ സന്ദേശം പിന്നെയും ഇവിടെ ഇരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ബാധിച്ചു കൊണ്ടിരിക്കണമേ. തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, തീരുമാനങ്ങൾ എടുത്ത് നിത്യതയുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധിയെ തികച്ച് ജീവിപ്പാനായി എല്ലാവർക്കും സുബോധം, തീരുമാനം, ആത്മനിറവ്, കൃപ ദൈവം നൽകണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.